നമുക്കിനി പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ എല്ലാം Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. വിഷ്ണു, അത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് നെസ്ലെ ഇന്ത്യയിലേക്ക് പോകാം. ഒരു സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് ആണ് ഈ Q3യിൽ നമുക്ക് നെസ്ലെ ഇന്ത്യയിൽ കാണാൻ സാധിച്ചത്. 5643.5 കോടിയുടെ വരുമാനമാണ്. അതായത് 18.5% ഇയർലി ഗ്രോത്ത് ആണ് നെസ്ലെ ഇന്ത്യക്ക് ഈ ഒരു Q3 റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ബ്രോഡ് ബേസ്ഡ് ഒരു സ്ട്രോങ്ങസ്റ്റ് വോളിയം ഗ്രോത്ത്, അതും ഈ ഒരു 5 വർഷത്തിനിടയിൽ വലിയൊരു വളർച്ചയാണ് നെസ്ലെ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം നെറ്റ് പ്രോഫിറ്റിലും വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മാർജിൻ പ്രഷർ ഉണ്ടായെങ്കിലും ഈ ഒരു ഏർണിംഗ് സ്ട്രെങ്ത് വളരെ ഇൻടാക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. ഒപ്പം ഈ ഒരു നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്റീരിയം ഡിവിഡൻഡ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഈ ഒരു സെന്റിമെന്റ് പോസിറ്റീവ് ആകുമെന്ന് തന്നെ കരുതാം. അപ്പം ഇന്ന് എങ്ങനെയാണ് ഈ ഒരു നെസ്ലെ ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു വിഷ്ണു? നയന പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ നെസ്ലെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. നമുക്ക് ഓവറോൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചെടുത്ത് പറയുന്നത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് ആദ്യം നോക്കാം. 3.35% ഒരു മികച്ച മുന്നേറ്റം നെസ്ലെയിൻ്റെ രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഓവറോൾ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കഴിഞ്ഞൊരു വർഷം തുടങ്ങിയ സമയത്ത് ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് നെസ്ലെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ നമ്മൾ കഴിഞ്ഞൊരു വർഷം നോക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷം ഓൾമോസ്റ്റ് 20% മുകളിലേക്കൊക്കെ ഒരു റിട്ടേൺ ഓൾറെഡി നെസ്ലെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നെസ്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു കാണുന്നത് 1385 എന്നൊരു പ്രൈസിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പറയുന്നത് 1257 എന്ന ലെവലാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 1198 എന്ന ലെവലും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തേക്കാണ് നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ്ലി എന്തായാലും നമ്മൾ ഈ ഒരു അപ്പർ ലെവലിൽ തന്നെ ഒരു ട്രേഡിംഗ് നടക്കുന്നതുകൊണ്ട് നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു നിക്ഷേപം നടത്തേണ്ടതെന്നാണ് അനലിസ്റ്റുകളുടെ ഒരു ഒപ്പീനിയനായിട്ട് പറയാനുള്ളത്.